നമുക്കൊരു പശുവിനെ ഓടിച്ചാലോ? എന്നിട്ട് നിന്റെ റൂമിട്ട് വളർത്തൂ. അതിന് മറ്റേ തൊഴുത്ത്. അത് വേണം. പിന്നെ ഡെയിലി പിണക്കം വേണം. പിണക്കോ? പിണ്ണാക്ക്. കാടി കൊടുത്താലും മതി. ബെക്കാടി കുടിക്കുന്ന പശുവാ? ബെക്കാടിയല്ല, കാടി. ഇക്കിള് വന്നതാ. എവിടെ? ആര്? അങ്കിള് വന്നു പറഞ്ഞു. ഇക്കിള് കെട്ടിയതാന്ന്. അല്ല, പശുവിന് നമ്മൾ എന്ത് പേരിടും? മരിച്ചുപോയ നിന്റെ അപ്പൂപ്പന്റെ പേരിട്ടാലോ? വേണ്ട, ജീവിച്ചിരുന്നപ്പോഴേ എനിക്ക് ഭാരമായിരുന്നു. നിന്റെ അച്ഛന്റെ പേരിട്ടാലോ? ടാർസം ബാബു. വാവ്. എടാ, അതിന് പശു പെണ്ണല്ലേ? നമുക്ക് ആണിനെ നോക്കി വാങ്ങാം. ആണ് കാളയാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ? നമുക്ക് കാളന്തി നിട്ടാലേ? അത് കൊള്ളാം. കേട്ടപ്പോ തന്നെ ഞാൻ ചാർജായി. എന്റെ എക്സിന്റെ പേര്. ഇനി അതിന്റെ ചാണകം വാരാലോ നിനക്ക്? ഇപ്പൊ തന്നെ പോയി നോക്കാം. വാ. ചാണകോ? വേഗം വാടാ. ചാണകം കാണാൻ ഇത്ര ആക്രാന്തോ? ചേട്ടാ, ഒരു 500 ലിറ്റർ പാല് വരുന്ന പശുവിന് വേണം. പശു അകിടിനകത്ത് മിൽമ ഫാക്ടറി നടത്തിയല്ല 500 ലിറ്റർ പാല് വരെ. ചേട്ടാ, കുറഞ്ഞ പശു ഉണ്ടോ? പയ്യെ കാണിക്കാം. പോയിട്ട് പിന്നെ വരാം. നീ എവിടെ പോണു? പയ്യെ കാണിക്കോളെന്ന് പറഞ്ഞ കേട്ടില്ലേ? പയ്യെന്ന് വെച്ചാ പശു. ഓഹോ, അപ്പൊ പൈനാപ്പിൾ ഇനി പശു ആപ്പിൾ എന്ന് പറഞ്ഞാൽ മതിയോ? ഇതിന് കിണുങ്ങാമണി ഇല്ലല്ലോ. അതിന് താണല്ലടാ പൊട്ട. അതല്ല, കഴുത്തിലെ കിണുങ്ങാമണി. പശു രാവിലെ എത്ര മണിക്ക് എണീക്കും? 5 മണിക്ക് എണീറ്റ് രാവിലെ ഓടാൻ പോവും. എന്നിട്ട് വീണ്ടും വന്ന് കിടക്കും. അതെന്ത്? അതിന് തോന്നുമ്പോ എണീക്കും. അത് ഇതിനെത്ര പ്രായം വരും? 14 കഴിഞ്ഞു. പ്രായപൂർത്തിയാവാത്തവളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച മോസ്കോ ആവോ? മോസ്കോ അല്ല, പോസ്കോ. ആയിട്ട് പിന്നെ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് പശു അല്ലേ, സീനില്ല. ദേടാ, കാളിന്റെ ഡിക്കി തുറന്നു. 1 മാസം ആയെന്ന് തോന്നുന്നു കേട്ടോ അപ്പിട്ടിട്ട്. ഇത് തീരുന്നില്ലല്ലേ? നല്ല ചന്തോള പശു. ചന്തയിലാണോ ചന്ത ഇരിക്കുന്നത്? പശുവിന് ഇഷ്ടായി. ഇതിന് ഇണചേരാൻ ചേട്ടൻ അങ്ങോട്ട് വരുമോ അതോ പശു ഇങ്ങോട്ട് വരുമോ? എങ്ങനെയാണ് നിങ്ങളെ തമ്മിലുള്ള ഇടപാട്? ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഇതൊന്നും വേണ്ടെന്ന്. പോത്തിനടിച്ചാലോ? 12 അടിച്ചാ വലുതാകുമ്പോ 2 ലക്ഷം രൂപ വിൽക്കാം. കേട്ടപ്പോ തന്നെ ഞാൻ ചാർജായി. പോത്തിന് എന്റെ എക്സിന്റെ പേരിടാം. എന്നിട്ട് ഇറച്ചിക്കാരനെ പിടിച്ചു കൊടുക്കാൻ ഞാൻ ഒരു ബെല്ലാരാജിയാവും. അണ്ണേ, ഒരു പോത്തേ.